70% പ്രഗ്നൻസീസ് പലപ്പോഴും ഡെലിവറി വരെ എത്തുന്നില്ല എന്നാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. 70% എന്നുള്ള ഫിഗർ കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ട് ഷോക്കിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ? റീസൺ ഈസ് ബയോകെമിക്കൽ പ്രഗ്നൻസി. അതായത് നമ്മളിപ്പം പലപ്പോഴും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു. പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് കാണിച്ചു. പക്ഷേ സ്കാനിൽ നോക്കുമ്പോൾ ബേബിനെ കാണുന്നില്ല. അല്ലെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലീഡിംഗ് ആയിട്ട് പോയി. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബിയുടെ ഡെവലപ്മെൻറ്റ് ബേബി ഉണ്ടായി ആസ് എൻ എംബ്രിയോ ഫോമായി യൂട്രസിൽ പിടിച്ചു. പക്ഷെ അത് ഫർദർ അങ്ങ് ഗ്രോ ചെയ്ത് നമ്മുടെ അൾട്രാസൗണ്ട് എവിഡൻസ് കിട്ടുന്നവരെ ഗ്രോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഒരു ബയോകെമിക്കൽ പ്രഗ്നൻസി ഉണ്ടായതുകൊണ്ട് നിങ്ങൾ പാനിക് ചെയ്യേണ്ട കാര്യമില്ല. ആസ് എൻ എംബ്രിയോ യൂട്രസിൽ പിടിക്കുന്നവരെയുള്ള ഡെവലപ്മെൻറ്റ് നടന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. കൺസെപ്ഷൻ പോസിബിൾ ആണ്, പ്രഗ്നൻസി പോസിബിൾ ആണെന്നാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ മൾട്ടിപ്പിൾ പ്രഗ്നൻസി ലോസസ് ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് രണ്ടിൽ കൂടുതലോ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് റീസൺ എന്താണെന്നൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. പലപ്പോഴും നമുക്ക് കറക്റ്റബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കിട്ടിയേക്കാം. ഹോർമോൺ ഇഷ്യൂസ് ആയിരിക്കാം, യൂട്രസിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ മെയിൽ സിമെനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ കറക്റ്റ് ചെയ്യാൻ പോസിബിൾ ആണ്.